സുൽപ്പിയെ നിർത്ത് ഇവിടെയൊക്കെ ഇജി വലിയ കാറിന്റെ ഷോറൂം കയറിക്കണ ഇതാ ഇവിടെ ഒരു വലിയ കാറിന്റെ ഷോറൂം കാണുന്നുണ്ട്. നമ്മളിത് കയറി വെക്കാലോ. ഇങ്ങനെ ഡ്രസ് ഇട്ട് കാണും അത് പുള്ളിത്തുണി അവായി ചെരുപ്പ് കെട്ടുകാണ്ട് ആയിട്ടെടുത്താ പുള്ളിത്തുണി അവായി ചെരുപ്പ് വെച്ചെടുത്താ അപ്പൊ നമ്മള് കയറി വെക്കും. വണ്ടി സൈഡാക്കെ ആ കേറി സൈഡാക്ക് വണ്ടി എന്റെ ഉമ്മാക്ക് വാക്ക് കൊടുത്താ ഞാൻ 2023 കാറ് വാങ്ങുന്നേ. ആ നമുക്ക് കയറി വെക്കാം. ഇങ്ങനത്തെ പരിപാടി ആദ്യം പറയണ്ടേ കുളിച്ചു മാറ്റി വരും. ഇതിപ്പോ ഉള്ളതും വെച്ചു അത് കേറ്റൂടാ. കേറ്റൂല നമുക്ക് കല്ലെടുത്തെറിഞ്ഞ് നമുക്ക് കല്ലെടുത്ത്. ആ ഇതൊക്കെ HM മോട്ടോഴ്സ് അതെന്താണ്? ആ മനസ്സിലായി. ഇത് ഹോണ്ടന്റെ ഇതാണ്. ഹോണ്ടന്റെ ആണ്. ഇവിടെ കമ്മീഷൻ ഏജന്റ്. കമ്മീഷൻ കിട്ടൂടാ അവിടുന്ന് വണ്ടി എടുത്താല്. കാറ് ഇജ്ജ് ഏജന്റ് ആയിക്കോ. കാർ എനിക്കല്ലേ, അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടും. സെറ്റ് അല്ല സുൽപ്പിയെ, ഇതൊക്കെ എത്ര വലുപ്പം. ഇതിൻ്റെ ഉള്ളിലത്തെ കപ്പലുണ്ടാക്കണ്ട. കാറ് മാത്രമല്ല കയറി വെക്കാം നമ്മള്. വാ HM മോട്ടോഴ്സ്. ഇജ്ജാദ്യം കയറി കേട്ടോ. ഇച്ചു മടിയാണ് ഞാൻ നിർത്തിയിൽ ഇപ്പം ആ ചെങ്ങ എടുക്ക പോടും ഇതുപോലെ കിടന്നാ. അതിനുള്ളൊരു ഓട്ടൊക്കെ മാമസന് മാനം കെടുത്തല്ലേ. ഇങ്ങോട്ട് വാ. ഓട്ടോ എവിടെ നോട്ടെ വെറുതെ. ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഇംഗ്ലീഷ് അറിയോ? ഇല്ലല്ലോ. ഞാനാണ് മെയിൻ. ഞാൻ പറയും എൻ്റെ ബാക്കിൽ നിങ്ങൾ നിന്നാൽ മതി. ഇജ്ജ് ഇവിടെ കയറിക്കാണ് ഓരോന്ന് അവിടെ. ഞാൻ വണ്ടി മേലൊന്നും പോയി തുടരുന്നിട്ടാ. നമ്മൾ പരിചയമില്ലാത്ത സംഗതികളാണ്. ഞാൻ മുന്നിൽ നിന്നോളാം. നിങ്ങൾ എൻ്റെ ബാക്കിൽ നിന്നാൽ മതി. ആ എനിക്കല്ല കാറ്, എനിക്കല്ലല്ലോ. ആ ഓക്കെ. എൻ്റെ മുന്നിൽ നിന്നാൽ മതി. നിങ്ങൾ വെറുതെ കച്ചവടം ഉണ്ടാക്കരുത്. അവിടെ ഇവിടെ ഇവിടെ പല വണ്ടിയും കാണും. ഇജ്ജ ഒന്നും മെയിൻ ചെയ്യണ്ട. ഇജിന്റെ കൂടെ പോന്നാ മതി. ഇജ്ജൊന്ന് പോയിക്കാടുന്നു. നമ്മളിത് എത്താപ്പത് നമ്മള് എന്റെ ഉമ്മാക്ക് വാക്ക് കൊടുത്താൽ ഞാൻ 2023 കാറ് വാങ്ങുന്നുള്ളൂ. ഇത്തത്തെ പാലോ 2 സൈഡ് കൂടി ഉണ്ടല്ലോ. ഇജ്ജായി കൂടി കയറിക്കോ. ഞാൻ ഈ കൂടി കയറാം. അല്ല ആർക്കാ കാറ്? അപ്പൊ ഞാനല്ലേ മുന്നു പോകണ്ടേ? വരൂടോ താപ്പത്. ആ അതൊക്കെ സുൽഫി ഇന്നോവ ക്രിസ്റ്റ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഹോണ്ടന്റെ ഷോറൂമാണ്. ഇത് ക്രിസ്റ്റയാണ്. ഇത് വലിയ ഷോറൂമാണല്ലോ. കുറേ ഉണ്ടല്ലോ. മേലെ വലിയ പങ്കൊക്കെ ഉണ്ടല്ലോ. ഇത് എന്ത് ഫാനാടോ? ഇങ്ങനെയുണ്ടോ ഫാന്? അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാരാരുല്ലേ? ആളം കിട്ടല്ലേ. ഇതൊരു ഷോറൂമാണ്. ഗുഡ് മോർണിംഗ്. അതെ ഇത് ഹോണ്ടന്റെ ഷോറൂമാ? ക്രിസ്റ്റ ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ടോ? അപ്പൊ എന്ത് ഷോറൂമാണ്? ആ സെക്കൻഡ് ഹാൻഡ് അല്ലേ? അതാണ് അല്ലേ? ഓക്കെ. പിന്നെ ഇത് നോക്കിയാണേ. ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ള, ഇവിടുന്ന് ഇങ്ങോട്ട് കറുപ്പ്. ആ എൻ്റെ ഉമ്മ ചൂടാവുണ്ട്. അതിൻ്റെ ഉമ്മക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്താണ് 2023 എന്തായാലും ഞാൻ ഒരു കാറ് വാങ്ങുന്നത്. അപ്പോൾ ഒരു കാറ് അല്ലടോ വെയിലുള്ളത് പോലെ. അതെ ഇത് നല്ല ചെറിയ നല്ല ചോപ്പ് നല്ല ഒതുങ്ങിയ ഒരു വണ്ടിയാണല്ലോ. ഇതിന് എത്ര രൂപ? 735. അത് അത്ര വലിയ കാറൊന്നും വേണ്ട. ഞങ്ങൾ പാവങ്ങളാണ്. അതെ ഞങ്ങൾക്ക് ഒരു 50,000 1 ലക്ഷം രൂപേൻ്റെ കാർ ഉണ്ടാവില്ലേ? ഉണ്ട്. ആ ഇവിടെ ഇത് ക്രിസ്റ്റ ഒക്കെ ഉണ്ടല്ലോ. 2017 മോഡൽ ഓട്ടോമാറ്റിക്. ഞങ്ങൾ ഇതെന്താ ഇത് HM പറഞ്ഞ എന്താ ഈ ഷോപ്പിൻ്റെ പേരെന്താ? HM മോട്ടോഴ്സ്. HM മോട്ടോഴ്സ്. ആ HM മോട്ടോഴ്സ് അതാണല്ലേ? ഓക്കെ അടിപൊളി. യൂസ്ഡ് കാറ് സ്കോഡ. ഇത് കൊള്ളാം. ഇത് എത്ര രൂപ? ഇത് 790. ഈ ഏഴിൻ്റെ കീപ്പിട്ടൊന്നും ഇല്ലേ? അത് ഇത് 2016 മോഡല്. അതല്ല നിങ്ങളൊക്കെ എന്താ ഈ കാർമിൽ മൊത്തം വെളിച്ചെണ്ണ വെച്ചാ ഇതെന്താ ഒക്കെ അങ്ങനെ തിളങ്ങണേ? പോളിഷ് ചെയ്യും. ഓക്കെ. നിങ്ങൾ കുറേ കാലമായി ഇവിടെ തുടങ്ങിയിട്ട്. ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ വലിയ ഷോറൂമിൽ കയറി. ഞങ്ങൾ ആദ്യം വിചാരിച്ച് നല്ല ഫ്രഷ് വണ്ടി ഇറക്കുന്ന ഷോറൂമാണെന്നാ. നല്ല മോഡൽ കൂടി നല്ല ലോ കിലോമീറ്റർ വണ്ടികളാണ് അധികം ചെയ്യല്. ലോ കിലോമീറ്റർ വണ്ടികൾ, കുറച്ച് ഓടി വണ്ടികൾ. ആ ഓക്കെ. എത്ര രൂപ വരുടെ വണ്ടിയൊക്കെ ഉണ്ട്? ക്രിസ്റ്റൊക്കെ ഏറ്റവും വലുത് ഇവിടെ ഉള്ളത്? ക്രിസ്റ്റയാണ് ഇപ്പോൾ നിലവിൽ. പിന്നെ ക്രെറ്റ ഉണ്ട് 2021 മോഡല്. ക്രെറ്റ ഉണ്ട് ബ്ലാക്ക്. ഓക്കെ. ക്രിസ്റ്റൊക്കെയാണ് ഇപ്പോൾ നിലവിൽ. അല്ല ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് പോയാലേ ഇപ്പം ഈ വണ്ടി എടുത്ത് പോയി ഇതിന് വാറണ്ടിയോ ഗ്യാരണ്ടിയോ എന്തെങ്കിലും തരും നിങ്ങൾ? ആദ്യം നമ്മളെന്താ വെച്ചാൽ എല്ലാം എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക.
അങ്ങനെയല്ല, ഞാൻ ഈ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പെരയിൽ പോയി, മറ്റന്നാൾ ഇതിന് വലിയൊരു മേജർ കംപ്ലൈൻറ്റ് വന്നു, എന്ത് ചെയ്യും? നമ്മൾ ക്ലിയർ ചെയ്തു. നിങ്ങൾ ക്ലിയർ ചെയ്തു? വാറണ്ടിയാണ്. ആ ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വെച്ചിട്ട് പേടിക്കണ്ട, അടിപൊളി. ഇതേതാ വണ്ടി? ഇത് എത്ര വില? ഇതല്ല രസമുള്ള ഈ ജോപ്പ്. 2019 മോഡൽ. 2019 ഹോണ്ട. ഹോണ്ട ആ ആ. ഇതെന്ത് വില ഉണ്ട്? ഹോണ്ട ഇത് 7,000 വരുന്നുണ്ട്. ഇതും 7,000 ലക്ഷം. 3 വില വെച്ച് 3,000 ആണല്ലോ. അല്ല ഫിനാൻസ് ഇട്ടൂടെ? ആ ഫിനാൻസ് ഒക്കെ ആവുമല്ലോ. ഓക്കെ. ഇതേതാ വണ്ടിക്കാ? ഇത് 2018 മോഡൽ ഹോണ്ട WR. ഹോണ്ട WR ഡീസൽ. ഇതിന് 7 ലക്ഷം റുപ്യ. ഇത് 8,65,000. 8,65. ആ ഓക്കെ. എക്കോ സ്പോർട്ട് സൺറൂഫ് ഒക്കെ ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഒക്കെ ഉണ്ട്. ആ അടിപൊളി. എക്കോ സ്പോർട്ട് ഇത് പുതിയതാ? 2018 മോഡൽ. 2018. ഓക്കെ. ഇതിന് വില ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്താ പറയുക, നമ്മളെന്താ പറയുക, ഇത് നമുക്ക് ഇത്രയും വലിയ വിലൻ്റെ കാറൊന്നും നമുക്ക് താങ്ങൂല. നമ്മൾ പാവങ്ങളാണേ, നമ്മളെ ലുക്ക് കണ്ടിട്ട് ഇത് തോന്നുന്നില്ലേ? നമുക്ക് ചെറിയത് ഒരു 50,000 1 ലക്ഷം അല്ലെങ്കിൽ മാക്സിമം ലോൺ അവൈലബിൾ ആണല്ലേ? അതല്ല, ഈ വണ്ടി ഇനി വരൂല ഇവിടെ? ഇപ്പൊ ഈ 50,000 1 ലക്ഷം റുപ്യേൻ്റെ വണ്ടിയൊക്കെ വരൂല? അൾട്ടൊക്കെ വരൂലേ? അല്ല, അപ്പോൾ വരുമ്പോൾ ഞങ്ങളെങ്ങനെ അറിയാതെ? നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, മോട്ടോഴ്സ് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എച്ച് മോട്ടോഴ്സ്. ഷോറൂമിന്റെ പേര് മോട്ടോഴ്സ് മഞ്ചേരി എന്നാണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ചാനൽ, എല്ലാ വണ്ടിക്കും അപ്ഡേഷൻ വന്നു. ആ ശരി. വരുന്ന പുതിയ വണ്ടിന്റെ ഒക്കെ അപ്ഡേഷൻ ഉണ്ടാവും. ഡീറ്റെയിൽ ഇവിടുന്ന് വണ്ടി പോണത് വരുന്നത് എല്ലാ ഡീറ്റെയിലും നമ്മൾ അന്നാണ് അപ്ഡേറ്റ്. ആ അത് ശരി. ഓക്കെ ഓക്കെ. അവിടെ ഒരു നമ്മളൊരു എന്താ പ്ലേ സ്റ്റോറിലൊരു ആപ്ലിക്കേഷൻ ചെയ്യണം. OLX മാതിരി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ OLX മാതിരി ഒരു ആപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ശരി. ആ ഓക്കെ. ഞങ്ങൾ പുറത്ത് അടിപൊളി. ഞങ്ങളെന്തായോ, നമുക്കിങ്ങനെ കാർ വാങ്ങിയോ അതിൽ കയറിയിട്ടൊന്നും ശീലമില്ല. ഞങ്ങൾ വലിയൊരു ഷോറൂം കണ്ടപ്പോൾ കയറിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വലിയ പ്രീമിയം കാറൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. 50,000 മുതൽ എല്ലാ കാറുകളും എല്ലാ വണ്ടിയുണ്ട്. 50,000 മുതൽ മാപ്പിട്ട് അപ്പോൾ നമുക്ക് പറ്റിയ തന്നെയാണ്, സാധാരണക്കാരന് പറ്റിയ തന്നെയാണ്. എല്ലാവർക്കും പറ്റിയ വണ്ടികളുണ്ട്. ഓക്കെ. പിന്നെന്താ അവിടെ ഒരു വണ്ടി മൂടിയിട്ടിരിക്കണം? എന്താ അത് ശരി. ഇതേതാ സാധനം? ഹോണ്ട സിറ്റി. നിങ്ങളിത് പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കണ പോലെയൊക്കെ തന്നെയാണ് ഇവിടെ? അങ്ങനെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. ഇതിങ്ങനെ പിടിച്ച് വലിച്ചില്ലല്ലേ? മേലക്ക് വലിച്ചില്ലേ? അതെ, വണ്ടി എടുക്കാനുള്ള യോഗ്യത നമുക്ക് എന്തായാലും ഇല്ല. ഞാൻ അത് പിടിച്ച് വലിച്ചിട്ട് ഇതിന്റെ ഓണർ ഇത് കൊണ്ടുപോകുന്ന ആളോട് പറഞ്ഞാൽ ഇനി ഇതിന്റെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ ഇനിട്ടാ. ഇതേതാ വണ്ടിക്കാ? ജാസ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. സൺറൂഫും സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 10,000 കിലോമീറ്റർ. 10,000 ഓടിയിട്ടുള്ളൂ. ആ ഓക്കെ. ഇതോ i20? ഇത് 2020 മോഡൽ. 2020. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഇതിനുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. ഇതും ഓടിക്കണം അത്യാവശ്യം? 40,000. ഓക്കെ. ഞങ്ങൾ അധികം ഫോക്കസ് ചെയ്യുന്ന ലോ കിലോമീറ്റർ വണ്ടികളാണ്. ആ പിന്നെ നമ്മൾ ഈ അകത്ത് കൊള്ളാത്ത വണ്ടികൾ കുറച്ച് പുറത്തും വണ്ടി ഉണ്ട് കുറേ അല്ലേ? അതിനുള്ളിൽ കൊള്ളാത്തൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. മെയിനായിട്ട് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് എടുത്തുള്ളത്. ഓക്കെ ഓക്കെ. അവിടെ ഒരു ഇന്നോവ ഉണ്ടല്ലോ. ഇന്നോവ ക്രിസ്റ്റയാണ് 2017 മോഡൽ. 2017 മോഡൽ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഓക്കെ. അടിപൊളി. ആ ബെൻസും ഉണ്ടല്ലോ ഇവിടെ. 2004 മോഡൽ. 2004. ഓക്കെ. ഇത് ഏതൊക്കെ വണ്ടി? ഇത് മോറിസ് ഗാരേജ്. അടിപൊളി. ഇത് ഏത് മോഡല്? ഇത് 2019 പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. സൺറൂഫ് ഫുൾ ആയിട്ട് ബാക്ക് വരെ സൺറൂഫ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, സൂപ്പറാണ്. അതേപോലെ അതിൻ്റെ സൺറൂഫ് കംപ്ലീറ്റ് ആണ്, ഫുൾ സൺറൂഫാണ്. ബാക്ക് സീറ്റൊക്കെ കണ്ടില്ലേ? ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ് ബാക്കിൽ കേട്ടോ, നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി. ഇതെന്ത് വില വരുന്നുണ്ട്? ഇത് 15,25,000 അല്ലേ? ഓക്കെ. നല്ല ഗ്ലേസിംഗും ഉണ്ട്, നല്ല സെറാമിക് കോട്ട് ചെയ്തിടണമെന്നില്ലല്ലോ. എത്ര കിലോ? 20,000 കിലോമീറ്റർ. അടിപൊളി. സംഗതി മുത്തുമണി സാർ നല്ല വിശാലമായ ഷോറൂം ആട്ടാ, ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. എന്താ മുകളിൽ എന്താണ്? മുകളിൽ അവിടെ പ്രയർ ഹാൾ ഉണ്ട്. ആ പിന്നെ ഇവിടെ നമ്മളെ ഓഫീസാണ്. ഓഫീസ് മാനേജറിൻ്റെ അവിടെ? ആ എന്നാൽ മാനേജർ ഒന്ന് കാണട്ടെ. ഓക്കെ, മാനേജർ ഒന്ന് നോക്കാം നമുക്ക്.
അടിപൊളി. മുത്തുമണി ഇതിൻ്റെ മുകളിൽ വന്നുകൊണ്ട് കീപ്പോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. ഒരു വണ്ടി എടുത്തിട്ട് പോകണമെന്ന് തോന്നിപ്പോവും. അജാതി ഐറ്റംസാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ഒരു ഫീലല്ല നമുക്ക് വരിക. ഫ്രഷ് വണ്ടി ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ഫീൽ വരും ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ. കേക്ക് കട്ടിങ്ങും ഉണ്ട്, അൺബോക്സിങ്ങും ഉണ്ട്, നമ്മളെ തുണി മണിക്കല ആ പരിപാടിയൊക്കെ ഉണ്ട്. സൂപ്പറാ. നമ്മളേതായാലും മാനേജർ ഒന്നും ഉണ്ടോ? അസ്സലാമു അലൈക്കും. നിങ്ങളെ ഷോറൂം ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഒരു വണ്ടി നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഞങ്ങൾ കൊണ്ടുപോയി വണ്ടി നോക്കാൻ വേണ്ടി വന്നതല്ല, പോയപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. വലിയൊരു ഷോറൂം സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. നമുക്കൊരു വണ്ടി വേണം. ഒരു 1.5 ലക്ഷം റുപ്യ വില വരുന്ന ഒരു വണ്ടി. വലുതൊന്നും വേണ്ട. അവിടെ ഫുള്ള് 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം ഡീസൽ വേണം. ഒരു 10-20 മൈലേജും വേണം. അതായത് നമ്മളെ ഷിഫ്റ്റ് ഒക്കെ എത്ര ഉണ്ടാവും? ഒരു 2000 വണ്ടി വരാണ്ട് നാളെ ഇവിടെ കയറും. ഒരു 2010 നല്ലൊരു വണ്ടി, സെക്കൻഡ് ഓണർ, 1 ലക്ഷം കിലോമീറ്റർ വണ്ടി. നമുക്കൊരു 2.25 ലെവലൊക്കെ തരാൻ കഴിയും. 2.25 ഡീസൽ. ശരി, 20 മൈലേജ് കിട്ടും. 20 മൈലേജ് കിട്ടും. ആ ഓക്കെ. അത് ചിന്തിച്ചാലോ? അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു. പിന്നെ പുതിയ വണ്ടി വരുമ്പോൾ നിങ്ങളെ ചാനൽ കയറിയാൽ അതിന് നമുക്ക് കിട്ടുമല്ലോ അല്ലേ? കറക്റ്റ് അപ്ഡേഷൻ കിട്ടുമല്ലോ അല്ലേ? അതിലിങ്ങനെ നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കയറ്റി കൊണ്ടുവെക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഏതായാലും അപ്ഡേഷൻ നോക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. വണ്ടികൾ സിംഗിൾ ഓണർ, കിലോമീറ്റർ, ഒറിജിനൽ ജെനുവൻ ആയിട്ടുള്ള കിലോമീറ്ററിൽ നല്ല വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. എല്ലാ വണ്ടികളും പെട്രോളായാലും ഡീസലായാലും ആക്സിഡന്റ് ആവാതെ, അഥവാ ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനത്തെ ഇഷ്ടമൊന്നും ഇല്ലാത്ത ഫുൾ ഗ്യാരണ്ടി വാറണ്ടി കൂടി തരൂലേ? 2015 ശേഷം ഏത് വണ്ടിയാണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ആയിക്കോട്ടെ. ഓക്കെ, ഞങ്ങൾ വരണ്ടേ? ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടത് നമ്മൾ ഈ വെള്ളിത്തിന് കൊടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഡീസന്റ് അല്ലേ? ഡീലിംഗ് അടിപൊളി. പിന്നെ അത് നമ്മള് അറിയാതെ ഏത് കാര്യമില്ലാത്ത വണ്ടി എടുത്തു. സംഗതി വണ്ടി നല്ല ഫുള്ള് നല്ല ഫിനിഷുള്ള വണ്ടിയില്ലേ? മുത്തുമണി സാർ, ഈ വീഡിയോ കാണാൻ നിങ്ങളോട് പറയാനുള്ളത്, പുതിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി പുതിയത് എടുക്കണ പോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. നമ്മളെ മഞ്ചേരിന്ന് പിന്നെ അരീക്കോട്ടേക്ക് പോകുന്ന റോട്ടിലാണ് HM മോട്ടോഴ്സ്. അതവരെ മോട്ടോഴ്സ്. ഇതിൻ്റെ ഈ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്ന ഒരു ഷോറൂമാണ്. പക്ഷെ കണ്ടാൽ ഫ്രഷ് സാധനം കൊടുക്കണ പോലെ തന്നെ, എന്നാലും സെക്കൻഡ് ഹാൻഡ് എന്ന് പറയില്ല, പുതിയത് എടുക്കണ പോലെ തന്നെ ഒരു രക്ഷയില്ല. വണ്ടി എടുക്കുന്നത് പോലെ ഇറക്കിക്കൊണ്ടാ. അതെ, അങ്ങനെ ഇറക്കിക്കൊണ്ട. കേക്കൊക്കെ മുറിച്ചിട്ട് അൺബോക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഇറക്കിക്കൊണ്ടോ. അജാതി സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് സാധാരണക്കാരനും വരെ 50,000 മുതൽ 35 ലക്ഷം രൂപ വരെ വില വരുന്ന കാറും അവിടെ ഉണ്ട്. അടിപൊളിയാണ്. ഒന്ന് കയറി നോക്കിക്കോളി. വാങ്ങിയില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടാളി. ഒരു രക്ഷയില്ല, സൂപ്പറാണ് അല്ലേ? നമുക്ക് അറിയണ 2-3 മോഡലിൽ വില ഞാൻ ചോദിച്ചു. ഓക്കെ, കുറവാണ്. ഓക്കെ, അപ്പോൾ തുണി സാർ, ചാച്ചാ, ബൈ. അടുത്തൊരു കിടിലൻ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.